തുടങ്ങുന്നത് വലിയൊരു ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കഥാനായകനായ ജിന്നിന്റെ മകനും വരുന്നത് കാണിച്ചുകൊണ്ടാണ്. അച്ഛനും മകനും ഒരേ അച്ചില് വാർത്തതുപോലെ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർ അടുത്തത് എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ടൈം ടേബിൾ വെച്ച് ചെയ്യുന്നത് പോലെ വളരെ പെർഫെക്റ്റ് ആയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ജിന്നിന്റെ മകന്റെ പേര് എയോ എന്നാണ്. ജിന്നിനാകട്ടെ നിഴല് പോലെ ഒരു അസിസ്റ്റന്റും ഉണ്ട്, അവന്റെ പേര് ഷൻ. ഈ ഒരു ഇവന്റ് ഒരു എക്സിബിഷൻ ആണ്. അവിടെ ജിന്നിന്റെ കമ്പനി ഒരു ഓർണമെന്റ് എക്സിബിഷന് വെച്ചിട്ടുണ്ട്. ഇതേ സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ കഥാനായികയായ ആൻ എത്തുന്നു. അവളുടെ മകനായ ബുഡിങ്ങിന്റെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത് ചുമ്മാ എക്സിബിഷൻ കാണുക എന്ന ഒരു നല്ല ഉദ്ദേശത്തോടെ അല്ല, മറിച്ച് എക്സിബിഷന് വെച്ചിരിക്കുന്ന ആ ഓർണമെന്റ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക എന്ന ഉദ്ദേശത്തോടെയാണ്. കാരണം ആ ഒരു നെക്ലേസ് തന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ആൻ പറയുന്നത്. കൂടാതെ ആനിന്റെ മകനായ ബുഡിങ്ങിനെ കണ്ടാൽ ജിന്നിന്റെ മകനായ എയോയെ പോലെ തന്നെയാണുള്ളത്. രണ്ടിനെയും കൂടി ഒന്നിച്ചു കണ്ട ഇരട്ട പറ്റതാണെന്നേ പറയൂ. അങ്ങനെ എന്തായാലും മകനെ അവിടെ നിർത്തി ആൻ നെക്ലേസ് മോഷ്ടിക്കാനായി പോകുന്നു. ഒറ്റയ്ക്കല്ല, ഈ ഒരു മോഷണം നടത്താനായി എത്തിയിരിക്കുന്നത് ആനിന് സഹായിയായി കൈ എന്ന ഒരാളുമുണ്ട്. അങ്ങനെ ആ ഒരു ഓർണമെന്റ് വെച്ചിരിക്കുന്ന ബോക്സിന്റെ അടുത്തേക്ക് എത്തി ആൻ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് അവൾക്ക് മനസ്സിലാവുന്നത് അത് കാലിയാണ്, അകത്ത് അവൾ അന്വേഷിച്ചു വന്ന ഓർണമെന്റ് ഇല്ല എന്ന്. പക്ഷെ അപ്പോഴേക്കും അത് തുറന്നു എന്നതിന്റെ ആ ഒരു സെക്യൂരിറ്റി റീച്ച് അലാമും മുഴങ്ങുന്നു. ഈ സമയത്ത് മോഷണം മനസ്സിലാക്കിയ ഒരു സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന ബഡ്ഡി പെട്ടെന്ന് തന്നെ അമ്മയെ രക്ഷിക്കാനായി അമ്മയുള്ള സ്ഥലത്തേക്ക് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് പോവാതെ അയാളെ ഡൈവേർട്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ആകാനായി ആനും സാധിക്കുന്നു. ഈ സമയം ഇവിടെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി. പെട്ടെന്ന് തന്നെ നമുക്ക് പോകാമെന്ന് ഷൻ ജിന്നിനോട് പറയുന്ന സമയത്താണ് മകനായ എയോ മിസ്സിംഗ് ആണെന്ന കാര്യം ജിൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയത്ത് എയോയെ അന്വേഷിച്ച് ജിന്നും ഷെന്നും രണ്ട് വഴിക്ക് പിരിയുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ആനിനെ ജിൻ കാണുന്നത്. ജിന്നിന് ഇവളെ കണ്ടപാടെ എന്തോ ഒരു ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യുന്നു. പക്ഷെ ഇവളാകട്ടെ അവനെ പെട്ടെന്ന് തട്ടിയിട്ട് അവിടെ നിന്ന് ഓടാണ്. വേഗം തന്നെ അവളുടെ ഈ ഒരു വസ്ത്രം മാറ്റി മറ്റൊരു വസ്ത്രമിട്ട് മകനെ അന്വേഷിക്കുന്നു. തന്നെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാതിരിക്കാനായിട്ടാണ് ഡ്രസ് ചേഞ്ച് ചെയ്തത്. അങ്ങനെ അവൾ അന്വേഷിക്കുന്ന സമയം ആദ്യം കാണുന്നത് എയോയാണ്. അവനെ കണ്ടാൽ ബഡ്ഡിങ്ങിനെ പോലെ തന്നെ ഉള്ളതുകൊണ്ട് ഇത് തന്റെ മകനാണെന്ന് കരുതി ആൻ അവനെ എടുത്തോണ്ട് പോന്നു. അവന്റെ വസ്ത്രം വേറൊരു മോഡലായിരുന്നു. ഈ വസ്ത്രമല്ല ബഡ്ഡിങ് ഇട്ടിരുന്നതെങ്കിലും അവൾ അത് കാര്യമായി അപ്പൊ ചിന്തിക്കുന്നില്ല. ഇതേ ടീം എയോയെ അന്വേഷിച്ച് നടന്ന ഷെൻ ചെല്ലുന്നതോ ബഡ്ഡിങ്ങിന്റെ മുന്നിൽ. വേഗം തന്നെ ഷെൻ ആ പയ്യനെ ജിന്നിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ അവന്റെ വസ്ത്രം മാറിയിരിക്കുന്നത് ജിൻ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പയ്യനാകട്ടെ തന്റെ അമ്മയെ പിടിക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇയാളുടെ മകനായി അഭിനയിക്കുകയാണ്. അങ്ങനെ രണ്ടുപേർക്കും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന അവരുടെ മക്കളെ മാറിപ്പോയി. അങ്ങനെ കൈ വെയിറ്റ് ചെയ്തിരുന്ന വണ്ടിയിലേക്ക് മകനാണെന്ന് കരുതി എയുമായി ആൻ വന്ന് കയറുന്നു. ആ സമയത്ത് ഇവർ പാളിപ്പോയ മോഷണ ശ്രമത്തെ പറ്റി പറയുമ്പോ ഇവര് കള്ളന്മാരാ, ഇവര് കാരണമല്ല മുന്നേ അലാം അടിച്ചതെന്ന കാര്യം ഇത് കേൾക്കുന്ന എയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൻ ഞാൻ നിങ്ങളുടെ മകനല്ല എന്ന് അപ്പോഴും പറയാൻ മുതിരുന്നില്ല. അങ്ങനെ ജിന്നിന്റെ കൂടെ വീട്ടിലേക്ക് എത്തുന്ന ബഡ്ഡിങ് അവിടെ ടോയ്സ് ഒക്കെ കണ്ട് അന്തം വിട്ടു പോവാണ്. അതിലും കൂടുതൽ അവൻ ഞെട്ടിയത് അവിടെ ജിന്നിന്റെ മകന്റെ ഫോട്ടോ കാണുമ്പോഴാണ്. ഈ ഫോട്ടോയിലുള്ള പയ്യനും ഞാനും കണ്ടാൽ ഒരേപോലെ ഉണ്ടല്ലോ എന്ന കാര്യം അവൻ നോട്ടീസ് ചെയ്യുന്നു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആനിന്റെ കൂടെ വീട്ടിലേക്ക് എത്തിയ എയോയ്ക്കും. അവനും അവിടെ ബഡ്ഡിങ്ങിന്റെ ഫോട്ടോ കണ്ട് ഇത് തന്നെ പോലെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ ആദ്യമൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിലും രാത്രിയാകുമ്പോൾ രണ്ടു പിള്ളേർക്കും വീട്ടിലേക്ക് പോകാൻ തോന്നുന്നു. രണ്ടുപേരും ആരും കാണാതെ ഡോറ് തുറന്ന് രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോ ബഡ്ഡിങ്ങിനെ ജിന്നും എയോയെ ആനും കൈയോടെ പിടികൂടുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഈ പിള്ളേര് മാറിപ്പോയ കാര്യം അറിയില്ലല്ലോ. പക്ഷെ ഇവരുടെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റം തോന്നുന്നുണ്ട്. മുന്നത്തെ പോലെ അല്ല എന്ന് മനസ്സിലാക്കുന്ന അവർ അടുത്ത ദിവസം തന്നെ അവരെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്ത സമയങ്ങളിലായി ഒരേ സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ടാണ് ഇവർ വന്നത്. പക്ഷെ അപ്പോഴും ഈ നാലുപേരും കൂടി കൂട്ടിമുട്ടിയിട്ടില്ല. ഇതേ ടീം മോഷണം നടന്നെടുത്ത CCTV വിഷ്വൽസ് പരിശോധിക്കാനായി ജിൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിഷ്വൽസ് ഒന്നും അവർക്ക് ലഭിച്ചില്ല. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം യോ എന്ന ഒരു ബിസിനസ് ലേഡിയെ കാണാനായി കൈ ചെല്ലുന്നു. അവനവിടെ ഒരു ബിസിനസ് ഡീല് സംസാരിക്കാനായിട്ടാണ് ചെല്ലുന്നതെങ്കിലും ആദ്യം യോ കൈ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് കൈ അവിടെ നിന്നുകൊണ്ട് ആനിനെ ഫോൺ വിളിക്കുന്നത് കേൾക്കുമ്പോഴാണ് ഇവൾക്ക് എന്തോ ഒന്ന് സ്ട്രൈക്ക് ആകുന്നതും അവനുമായി ഡീലിന്റെ കാര്യം സംസാരിക്കാൻ തയ്യാറാകുന്നതും. പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ കുട്ടിയെ കൊണ്ട് ചെക്കപ്പിന് പോകുന്ന ജിന്നും ആനും അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. ഇവര് മാത്രമല്ല, ഇവരുടെ കൂടെ ആ സമയത്ത് ആ കുട്ടികളും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും കണ്ടാൽ ഇരട്ടകളെ പോലെ തന്നെ ഉള്ളതുകൊണ്ട് രണ്ടുപേരും കണ്ടാൽ ഇരട്ടകൾ തന്നെ.
അവരുടെ DNA ടെസ്റ്റ് നടത്തുമ്പോൾ രണ്ടുപേരും ഇരട്ടകളാണെന്ന് പ്രൂവ് ആകുന്നു. അവരുടെ ബയോളജിക്കൽ പേരൻസ് ആനും ജിന്നുമാണ്. ഈ കുട്ടികളാകട്ടെ തനിക്ക് ഇതുപോലെ ഒരു സഹോദരനുണ്ട് എന്ന് അറിയാതെയാണ് ഇത്രയും നാള് ജീവിച്ചത്. ഇപ്പോൾ ഇങ്ങനെ കണ്ടപ്പോ പിരിയാനും വയ്യ. അങ്ങനെ കുട്ടികളുടെ നിർബന്ധം ഒന്നിച്ചെല്ലാരും കൂടി ജീവിക്കണം എന്നതായിരുന്നു. അങ്ങനെ ജിന്നിനും ആനിനും കൂടി കുട്ടികളുടെ കൂടെ ഒന്നിച്ച് താമസിക്കേണ്ടി വരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ എങ്ങനെയും ആനിനെ ഒഴിവാക്കി ആനിന്റെ കൂടെയുള്ള തന്റെ മകനായ ബുഡിങ്ങിന്റെ കസ്റ്റഡി കൈക്കലാക്കാനായി അഡ്വക്കേറ്റിനെ ജിൻ സമീപിക്കുന്നുണ്ട്. ആനാകട്ടെ തന്നെ കൈ ഫോൺ വിളിക്കുമ്പോ അവനോട് ഞാനിങ്ങനെ ജിന്നിന്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത് എന്ന കാര്യം വെളിപ്പെടുത്താതെ മറച്ചു വെക്കുന്നു. ഇവളിങ്ങനെ വേറൊരാളോട് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ജിന്നിനും നല്ല അസൂയ പോലെ അപ്പൊ ഫീൽ ആകുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യോയിനെയാണ്. ആക്ച്വലി അന്ന് കാണാതായ ആ ഒരു നെക്ലേസ് ഉണ്ടായിരുന്നത് യോയുടെ കയ്യിൽ തന്നെയാണ്. യോയ്ക്കും ആനിനും തമ്മിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. അവൾ ആനിനോട് പകരം വീട്ടാനായിട്ട് തന്നെയാണ് ഈ ഒരു നെക്ലേസ് അവിടെ നിന്ന് മോഷ്ടിച്ചത്. ആ ഒരു ഇവന്റ് കാണാനായി അന്ന് യോയും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് യോയുമായി തനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റിയെന്ന സന്തോഷ വാർത്ത കൈ ഫോൺ വിളിച്ചറിയിക്കുമ്പോ ആൻ വളരെ ഹാപ്പി ആകുന്നു. അവൾ പിന്നീട് ഷോപ്പിങ്ങിന് പോകുമ്പോ അവളുടെ കാർഡ്സ് വർക്ക് ചെയ്യുന്നില്ല. ആ ടീം അവിടെ ഇവളെ തിരക്കിയെത്തുന്ന ജിന്നാണ് അവൾക്ക് അതൊക്കെ വാങ്ങി കൊടുക്കുന്നത്. എല്ലാത്തിനും കണക്ക് വെച്ചോ പലിശ അടക്കം തിരിച്ചു തരാന്ന് അപ്പോഴേ അവള് പറയുന്നുണ്ട്. എന്തായാലും അന്ന് അവൾ സന്തോഷം കൊണ്ട് ഡ്രിങ്ക്സ് അടിക്കുന്നു. കാരണം യോയുമായി മീറ്റിംഗ് ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ വീട്ടിലിരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്ന ആൻ കൂട്ടിന് ജിന്നിനെ വിളിക്കുന്നു. രണ്ടുപേരും കൂടി ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ച് ഒടുക്കും അത് കിസിലാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പൊ തന്നെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞില്ലാണ്ടാവുന്നു. അടുത്ത ദിവസം ഇവർ ഒന്നിച്ച് താമസിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കി യോ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനായി ആനിന്റെ സ്റ്റെപ്പ് ഫാദറെ അവളെ കാണാനായി പറഞ്ഞു വിടുന്നു. അയാൾ അവളെ ഭീഷണിപ്പെടുത്താനൊക്കെ നോക്കുന്ന ടീം അപ്പോഴും ജിന്നാണ് ആനിന്റെ രക്ഷകനായി എത്തുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും പണ്ടത്തെ പിണക്കങ്ങളും ഉപേക്ഷിച്ചു പോക്കും ഒക്കെ മറന്ന് ഹാപ്പിയായി ഇവിടെ മക്കളുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം കൈ അവിടേക്ക് എത്തുന്നു. കൈ താനിപ്പോ ജിന്നിന്റെ കൂടെ താമസിക്കുന്ന കാര്യം അറിയാതിരിക്കാനായി ആൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടന്നില്ല. ആദ്യം ഇതറിയുമ്പോ കൈക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ഇവൻ നിന്നെ പണ്ട് ഉപേക്ഷിച്ചു പോയതല്ലേ, ഇവൻ വീണ്ടും ഉപേക്ഷിച്ചു പോവില്ലെന്ന് എന്ത് ഉറപ്പെന്നല്ല പറയുന്ന കൈ പണ്ടത്തെ പോലെ തന്റെ കൂടെ താൻ നോക്കിക്കൊള്ളാമെന്ന് ആനിനോട് പറയുമ്പോ ജിൻ അവളെ വിടുന്നില്ല. എനിക്കൊരു ചാൻസും കൂടി വേണമെന്ന് ജിൻ പറയുമ്പോൾ ആൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ പിന്നീട് ജിൻ ആനിനെയും കൂട്ടി തന്റെ അമ്മയെ കാണാനായി പോകുന്നു. ഞങ്ങൾക്കിടയിലെ പിണക്കമൊക്കെ മാറി ഞങ്ങളിപ്പോ വീണ്ടും ഒന്നാവാൻ തീരുമാനിച്ചു എന്ന് ജിൻ പറയുന്ന സമയത്ത് അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ കല്യാണം യോയുമായി ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ, അത് നമ്മുടെ ബിസിനസിന് നല്ലതാണ്. അതുകൊണ്ട് ഇവളെ ഉപേക്ഷിച്ച് യോയെ കല്യാണം കഴിക്കാനായാണ് അവനെ അമ്മ നിർബന്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവമെന്ന് വെച്ചാൽ ജിന്നിന്റെ ഫാമിലി അവരുടെ ബിസിനസിനൊക്കെ വേണ്ടി വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശിയായ യോയുമായി ജിന്നിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. പക്ഷെ ജിന്നിന് യോയോട് താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ അതുകൊണ്ട് തന്നെ ആനിനെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഇവരുടെ ആ ഒരു വിവാഹ ജീവിതത്തിൽ ഇവർക്ക് 2 കുട്ടികൾ ഉണ്ടാവുകയാണ്. അവർ ഇരട്ടകളായിരുന്നു. അങ്ങനെ ഹാപ്പിയായി ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്താണ് തന്നോട് പറയാതെ ജിന്നിനൊരു രഹസ്യമുണ്ടെന്ന് ആൻ അറിയുന്നത്. അത് മറ്റൊന്നുമല്ല, ജിന്നിന്റെ വിവാഹം വീട്ടുകാർ യോയുമായി ഉറപ്പിച്ചു എന്നതായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് രണ്ടുപേർക്കിടയിൽ വഴക്കാവുന്നു. അവർ കാറിലുള്ള സമയത്താണ് വഴക്കാകുന്നത്. തുടർന്ന് കാർ ആക്സിഡന്റ് ആകുന്നു. ആ ആക്സിഡന്റിൽ തന്റെ പഴയ ഓർമ്മകളൊക്കെ ഏറെക്കുറെ ജിന്നിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജിന്നിന് ആദ്യം ആ ഒരു എക്സിബിഷൻ സ്ഥലത്ത് വെച്ച് ആനിനെ കണ്ടപ്പോ എവിടെയോ കണ്ട പോലെ ഒരു ഫെമിലാരിറ്റി തോന്നിയതും തനിക്ക് 2 കുട്ടികളാണുള്ളത്, ഒരാളെ ഇപ്പൊ തന്റെ കൂടെ ഉള്ളൂ, ഒരാൾ തന്റെ ഭാര്യയുടെ കൂടെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലാതെ പോയത്. പക്ഷെ ഇപ്പൊ ഗ്രാജുവലി ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ജീവിതം പതിയെ പതിയെ ആ ഓർമ്മകൾ ജിന്നിന് നൽകുന്നു. ആനും ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ്. അവൾ അവളുടെ ബിസിനസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു. അത് യോയുടെയും ജിന്നിന്റെയും ഒക്കെ ഒരു ഒന്നിച്ചുള്ള ഒരു ബിസിനസ് സ്ഥാപനവുമായുള്ള ഒരു പ്രോജക്റ്റ് ആണ് അവൾ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടുള്ള മീറ്റിംഗിൽ തന്റെ പ്രോജക്റ്റ് ഐഡിയ ആൻ പ്രസന്റ് ചെയ്യാനായി നോക്കുമ്പോൾ ജിന്നും അവൾക്ക് ഫുൾ സപ്പോർട്ട് നൽകുന്നു. അങ്ങനെ ജിന്നിന്റെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ അവിടെ പ്രസന്റേഷൻ നടത്തി അവിടെ ബോർഡ് മെമ്പേഴ്സിൽ ഹെഡ് ആയിരുന്ന ജിന്നിന്റെ അമ്മയെ ഇംപ്രസ് ചെയ്യിക്കാനായി ആനിന് സാധിക്കുന്നു. ഇത് പക്ഷേ യോയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. യോയ്ക്ക് എങ്ങനെയും ഇവരെ പിരിച്ച് ജിന്നിനെ കല്യാണം കഴിക്കണം എന്നതാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ അവൾ ആനിനെ തക്കത്തിന് അവിടെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ നീ വിചാരിക്കുന്നത് പോലെ ജിന്നിന് നിന്നോട് ദിവ്യ പ്രേമമൊന്നുമില്ല, അവൻ നിന്റെ കൂടെയുള്ള മകന്റെ കസ്റ്റഡിയും കൂടി കൈക്കലാക്കാനായി ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണെന്ന കാര്യങ്ങൾ തെളിവ് സഹിതം യോ കാണിക്കുമ്പോ ആൻ ആകെ ഞെട്ടിപ്പോവാണ്. ആക്ച്വലി മകന്റെ കസ്റ്റഡി കിട്ടാനായി ജിൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ആ ഒരു തുടക്ക സമയത്തായിരുന്നു. ഇപ്പോ ഒന്നിച്ചൊരു ഫാമിലിയായി 4 പേരും കൂടി ജീവിക്കുക എന്നതാണ് ജിന്നിന്റെ സ്വപ്നം. ആക്സിഡന്റിൽ നിന്ന് പതിയെ ജിൻ റിക്കവർ ആയ സമയത്ത് ജിന്നിന്റെ കൂടെ ഉള്ളത് ജിന്നിന്റെ കുഞ്ഞാണെന്ന് അവൻ അറിയാലോ. അപ്പൊ അവന്റെ ഭാര്യ എവിടെ പോയി അവൻ ചിന്തിക്കുമ്പോ യോ അവനെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു. നിന്റെ ഭാര്യ കുഞ്ഞിനെ ഉപേക്ഷിച്ച് നിന്നെ ഉപേക്ഷിച്ച് ഏതോ ഒരുത്തിന്റെ കൂടെ ഓടിപ്പോയെന്ന് പറഞ്ഞ് അവൻ അത് അന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴല്ല അവന് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അവൻ അന്ന് അങ്ങനെ ചെയ്തതാണ്. ഇപ്പൊ തനിക്ക് അങ്ങനത്തെ യാതൊരു ഇന്റൻഷനും ഇല്ല എന്ന് ഈ കാര്യത്തെ പറ്റി ആൻ ചോദിക്കുമ്പോ വിശദീകരണം കൊടുക്കുന്നുണ്ടെങ്കിലും ആദ്യം
അവളത് വിശ്വസിക്കുന്നില്ല. പിന്നീട് അവൾക്കും സത്യാവസ്ഥ ബോധ്യപ്പെടുന്നു. അങ്ങനെ വീണ്ടും ഇവർ ഒന്നാകുമ്പോൾ കലിയിളകുന്ന യോ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ശ്രമിക്കുന്നു. അതിനായി പോലീസ് കസ്റ്റഡിയിലുള്ള ആനിന്റെ സ്റ്റെപ്പ് ഫാദർ റിലീസ് ആകുന്ന സമയം അയാളെ കൊണ്ട് വീണ്ടും ആനിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുന്നു. അയാളെ കൊണ്ട് അവരുടെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യിപ്പിക്കുന്നു. കൂടാതെ ജിന്നിന്റെ ബിസിനസ്സിൽ തനിക്കുള്ള ഷെയർസ് എല്ലാം പിൻവലിക്കുമെന്നും അവനെ ഭീഷണിപ്പെടുത്താണ്. ഷെയർസ് പിൻവലിക്കുന്നെങ്കിൽ പിൻവലിച്ചോളാനായി അവനും തിരിച്ചു വെല്ലുവിളിക്കുന്നു. അങ്ങനെ അവൾ അത് ചെയ്യുകയും ഇവന്റെ ബിസിനസ് പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും തട്ടിക്കൊണ്ടുപോയ മക്കളെ തിരിച്ചു നേടിയെടുക്കാൻ ആനിന് കൈയുടെയും ജിന്നിന്റെയും സഹായത്തോടെ കഴിയുന്നു. ആ സ്റ്റെപ്പ് ഫാദറിൽ നിന്നാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ ആൻ അറിയുന്നത്. അവളുടെ അമ്മ മരിക്കുന്നതിന് മുന്നേ അവരുടെ കുറെ സ്വത്ത് ഈ സ്റ്റെപ്പ് ഫാദറിന് കിട്ടാതിരിക്കാനായി ഇവളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവൾക്ക് കിട്ടാതിരിക്കാനായി സ്റ്റെപ്പ് ഫാദർ ഇത്രയും നാള് ആ കാര്യങ്ങൾ മൂടിവെച്ചു. അതൊരു വലിയ തുക തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ കാശ് കൊണ്ട് ജിന്നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ തന്റെ ഷെയർസ് യോ പിൻവലിച്ചത് മൂലമുണ്ടായ പ്രതിസന്ധി തരണം ചെയ്യാനായി ജിന്നിനെ സഹായിക്കാൻ ആനിന് കഴിയുന്നു. അങ്ങനെ ഇപ്പോ ബിസിനസ്സിലെ പ്രശ്നവും മാറി തടസ്സമായി നിന്ന യോയും ഇനി ഒരു രക്ഷയില്ലാന്ന് കണ്ട് ഇവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ പിന്മാറുന്നു. തെറ്റിദ്ധാരണകളെല്ലാം മാറി ആനും ജിന്നും ഒന്നാകുന്നു. അങ്ങനെ ഇവരുടെ ലൈഫ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ മൂലം ഒരു ബ്രേക്കിലായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം മാറി വളരെ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കുട്ടി സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണും വരെ ബൈ.